അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ റിഗ് എങ്ങനെ ഇരിക്കും എന്നുള്ളതും അതുപോലെ തന്നെ ഇത് വെച്ചിട്ടായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വാക്ക് സൈക്കിൾ നമുക്ക് എങ്ങനെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതുമാണ്. അപ്പോൾ വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ക്യാരക്ടർ റിഗ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഇതിൻ്റെ കൺട്രോളർ എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നീക്കി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ക്യാരക്ടറിനെ നീക്കാൻ പറ്റുന്ന ഒരു കൺട്രോളറാണ് ഫുള്ളായിട്ടും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കാലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കാലിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കർവിൽ പിടിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഡ്രാഗ് ചെയ്യാറുള്ളൂ. അതുപോലെ റൊട്ടേറ്റ് ചെയ്യാറുള്ളൂ, റൊട്ടേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ കാലാണെന്നുണ്ടെങ്കിൽ ഈ കാലിൽ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നീക്കി വയ്ക്കാം. ഓക്കെ, സ്വല്പം നീക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കാർട്ടൂണി ക്യാരക്ടറാണ്. അപ്പോൾ കാർട്ടൂണി ഫീൽ ആയിരിക്കും വരുന്നത്. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഏരിയ മാത്രം നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ആണെങ്കിൽ ഈ ഒരു ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. പെൽവിസ് അല്ലെങ്കിൽ ഹിപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാം. ഓക്കെ, ഇത് ഹിപ്പ്. അപ്പോൾ ഇത് പെൽവിസ് എന്ന് പറയാം, ഇത് ഹിപ്പ് എന്നും പറയാം അങ്ങനെയാണെങ്കിൽ. ഇതിന് ഓക്കെ, ഇത് നമ്മൾ ഫുള്ളായിട്ട് ക്യാരക്ടറിനെ ഇങ്ങനെ ഇരുത്താം, ഇങ്ങനെ ഇരുത്താം. അതുപോലെ തന്നെ തലയുടെ കൺട്രോളുണ്ട്. തലയുടെ കൺട്രോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തല കംപ്ലീറ്റ് ആയിട്ട് കറക്കാം. ഓക്കെ, കൈ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് കൈയുടെ കൺട്രോൾ. കൈ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൈ റൊട്ടേറ്റ് ചെയ്യാൻ അതിങ്ങനെ. ഓക്കെ, ഇതുപോലെ തന്നെ ഈ കൈ ആണെന്നുണ്ടെങ്കിൽ ഈ കൈ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ബോൺസ് ആണ്. അപ്പോൾ നമുക്ക് റിഗ് വിശദമായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ബോൺസ് നോക്കാം, എങ്ങനെയാണ് നമുക്ക് ബോൺസ് വെച്ചിട്ട് നമ്മൾ അനിമേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു വാക്ക് സൈക്കിളാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിനെ അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ഓട്ടോ കീ ഇവിടെ ഓൺ ആക്കിയിട്ട് നമ്മൾ എസ് അടിച്ചിട്ട് വീണ്ടും സ്വല്പം അങ്ങോട്ട് നീക്കി എസ് അടിച്ചിട്ട് നമുക്കിതിനെ സ്വല്പം നീക്കി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. എന്താ, അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ നോർമലി അനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൺട്രോളർ ആണ് ഇതിൻ്റെ അകത്ത് അനിമേറ്റ് ചെയ്യേണ്ടത്. കൺട്രോളേഴ്സ്, വേറെ ഒന്നും നമ്മൾ അനിമേറ്റ് ചെയ്യുന്നില്ല, എല്ലാം കൺട്രോളേഴ്സ് മാത്രം. ഓക്കെ, കൺട്രോളർ ഉപയോഗിച്ച് നമുക്കത് ഇങ്ങനെ അനിമേറ്റ് ചെയ്യാം. അല്ലാതെ ഈ മെഷിൽ പിടിക്കുന്നില്ല. ക്യാരക്ടർ മെഷിൽ നമ്മൾ ടച്ച് ചെയ്ത് അനിമേറ്റ് ചെയ്യുന്നതേ ഇല്ല. എന്താണ്, കൺട്രോളർ മാത്രം ഉപയോഗിച്ചാണ് നമ്മളിത് അനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് സൈക്കിൾ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ ഇത് റിച്ചാർഡ് വില്യംസിൻ്റെ അനിമേറ്റഡ് സർവൈവൽ കിറ്റിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത ഓപ്ഷനിൽ സെയിം ആണ്. ഇതാണ് നമ്മളെ വാക്ക് എന്ന് പറയുന്നത്. 1, 2, 3, 4 and 5 ഈ 5 പോസുകൾ ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്കൊരു വാക്ക് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് വരുന്നത്. ഈ ഒരു പോസ്, ഇത് രണ്ടാമത്തെ പോസ്, ഇത് മൂന്നാമത്തെ പോസ്, ഇത് നാലാമത്തെ പോസ്, ഇത് അഞ്ചാമത്തെ. 1, 2, 3, 4 and 5. അപ്പോൾ കോണ്ടാക്ട് പോസ്, കോണ്ടാക്ട് ഡൗൺ, ഹിപ്പ് താഴോട്ട് വരും, ഹിപ്പ് സ്വല്പം പൊങ്ങും, ഹിപ്പ് മാക്സിമം പൊങ്ങും, ഹിപ്പ് താഴോട്ട് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 2D പോസാണ്. നമ്മുടെ ക്യാരക്ടറിനെ ചിലപ്പോൾ ഇത്രയും മുകളിലോട്ട് പൊക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3Dയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ക്യാരക്ടറും കൂടെ നോക്കിയതിന് ശേഷം വേണം 2Dയിലെ പോസ് നമുക്ക് 3Dയിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2Dക്ക് ലിമിറ്റ് ഇല്ല, വരച്ച് വിടുകയാണ്. വരയ്ക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ 3Dക്ക് അങ്ങനെയല്ല. 3Dക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ക്യാരക്ടർ റിഗ് പൊട്ടിപ്പോകുന്ന രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും അനിമേറ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് റിഗ് ആയിരിക്കണം, അത്രയ്ക്ക് സ്ട്രെച്ചൊക്കെ ഇട്ടിട്ടുള്ള റിഗ് ആയിരിക്കണം. ഇതിപ്പോൾ നമ്മളെ കളിയിലുള്ളതെന്ന് വെച്ചാൽ നോർമൽ ടൈപ്പ് ഓഫ് റിഗ് ആണ്. അപ്പോൾ ഒരുപാട് എന്ത് ചെയ്യുന്നത്, ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടും. അപ്പോൾ ഫസ്റ്റ് പോസ് നമുക്ക് വയ്ക്കാം. അനിമേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോസിംഗ് ആണ്. പോസിംഗ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അനിമേഷൻ പക്കയായിരിക്കും. അപ്പോൾ ഈ ഒരു പോസ് ആദ്യം നമുക്ക് ഇടാം. ഞാൻ തിരിച്ചു വന്നു, ഈ ഒരു പോസ് നമുക്കിങ്ങനെ ആദ്യം ഇടാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ സെലക്ട് ചെയ്തു. നമുക്ക് മൊത്തത്തിൽ 32 ഫ്രെയിം മതിയാവും തൽക്കാലത്തേക്ക്. സോ ആദ്യം നമ്മൾ കീ ഫ്രെയിമിൻ്റെ അകത്ത് മൊത്തത്തിൽ ഒരു 32 ഫ്രെയിംസ് വയ്ക്കാം. ഓക്കെ, മൊത്തത്തിൽ 32 ഫ്രെയിംസ്. അതിനുശേഷം ഫുൾ കൺട്രോളറും സെലക്ട് ചെയ്യുക, എസ് പ്രസ് ചെയ്യുക, ഒരു കീ ഫ്രെയിം ഇവിടെ ജനറേറ്റ് ചെയ്യുക. നാലാമത്തെ ഫസ്റ്റ് പോസ് ആദ്യം നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് പോസ് എടുക്കുന്ന സമയത്ത് നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ്, കാല് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു, ഈ കാല് സ്വല്പം ബെൻഡ് ചെയ്തിരിക്കുന്നു. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതേ ആക്സിസിൽ തന്നെ നമുക്ക് വയ്ക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ നമുക്ക് അതേ ആക്സിസിൽ തന്നെ വയ്ക്കാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ മാറിക്കോളൂ. അതേ ആക്സിസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീക്കി വിടാം. ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. കാല് പൊട്ടിക്കോട്ടെ, കുഴപ്പമില്ല, സ്വല്പം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. ആ ഒരു ലിമിറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലമാണ്. താഴ്ത്തുമ്പോൾ ശരിയായിക്കോളും. കണ്ടോ, താഴ്ത്തുമ്പോൾ കുറച്ച് പൊട്ടലും കുഴപ്പമില്ല. ഇത് ആ ടൈപ്പ് ഓഫ് റിഗ് ആണ്. അതുകൊണ്ട് സ്വല്പം പൊട്ടിയാലും ഇപ്പോൾ തൽക്കാലം കുഴപ്പമില്ല. അതുകൊണ്ട് ഓവറായിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാക്കരുത്. ഇവിടെ വന്നിട്ട് ഈ കാല് അങ്ങോട്ട് ശ്രദ്ധിക്കണം, ഈ കാലും മുകളിലോട്ട് ഈ കാല് നല്ലോണം കുത്തി. സോ ഇവിടെ സെലക്ട് ചെയ്യുക. രണ്ടിനും ഒരു ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം ഇങ്ങോട്ട് നീക്കുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫുട്ട് റോള്,
ഫുട്ട് റോള്. അപ്പം നമുക്ക് ആ ഒരു ഫുട്ട് റോള് വെച്ചിട്ട് ഇതിൻ്റെ സ്വല്പം അങ്ങോട്ട് പോക്കാം. അപ്പം നമുക്ക് ഈ ഒരു പോസ് കിട്ടി. നോക്കിയാൽ ഈ ഒരു പോസ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിന് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് റോൾ ചെയ്യുക. അപ്പോൾ ഫുട്ട് റോള് തന്നെയാണ്. സ്വല്പം ഒന്ന് അകലം പാലിക്കുക, ആ ഒരു ഡിസ്റ്റൻസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുക. ഇപ്പോൾ ഈ ക്യാരക്ടറെ നോക്കി എങ്ങനെ ഇരിക്കും, സ്വല്പം ഈ ക്യാരക്ടറിനെ സ്വല്പം ഒന്ന് പൊക്കുക. ഇപ്പോൾ ആ ഫസ്റ്റ് പോസ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി വാക്ക് സൈക്കിളിൻ്റെ ഫസ്റ്റ് പോസ് എന്ന് പറയുന്നത്, കാലിൻ്റെ പോസ്. ഓക്കെ, അപ്പോൾ അനിമേഷൻ ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. വേറെ എന്ത് ചെയ്ത് കാണിച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ മോഡലിംഗ് കുറച്ച് സമയം എടുത്ത് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്കി ഇപ്പോൾ എഫക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പെട്ടെന്ന് എഫക്ട്സ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അനിമേഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യവുമാണ്. ഓക്കെ, അടുത്ത പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാല് അവിടെ തന്നെ നിൽക്കുക. കാല് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളേ. ഈ കാല് സ്വല്പം അങ്ങോട്ടായിട്ട് ഈ കാല് ഇങ്ങനെ എടുത്ത് ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഹിപ്പ് സ്വല്പം കൂടെ താഴ്ന്ന് കാല് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്തു. അപ്പോൾ അടുത്ത പോസ് ഫുൾ സെലക്ട് ചെയ്യുക, എസ് അടിക്കുക. എന്നിട്ട് നാലാമത്തെ കീ ഫ്രെയിം 4 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്യുക, ഇവിടെ നമ്മൾ 0 ആക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇപ്പോൾ ഈ ഒരു കൺട്രോളർ ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തായിരുന്നാലും അനിമേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. 0 ആക്കുന്നു കണ്ടോ. അപ്പോൾ ആ കാല് കറക്റ്റായിട്ട് അവിടെ സ്ട്രെച്ചായി. ഇനി ഈ ഹിപ്പ് സ്വല്പം ഫ്രണ്ടിലേക്ക് വരുന്നു, ഹിപ്പ് നല്ലവണ്ണം താഴ്ത്തി കൊടുക്കുക. സോ ആ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു വെയിറ്റ് ഉണ്ട്. ഒരു കാലിൽ നിന്ന് ഇതാ അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു വെയിറ്റ് ഉണ്ട്, അത് കറക്റ്റായിട്ട് കിട്ടി. വീണ്ടും ഇത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ആ ഫുട്ട് റോള് നമുക്കൊന്ന് സ്വല്പം കുറയ്ക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, സ്വല്പം കുറയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്വല്പം ഇവനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഈ ഒരു ഏരിയ. എന്നിട്ട് സ്വല്പം കാലിങ്ങനെ ടോപ്പിലോട്ട് വയ്ക്കുക. ഇതിന് സ്വല്പം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇതോ കണ്ടോ, ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ പോസിൻ്റെ. ഇപ്പം നമ്മൾ ആ ഒരു റഫറൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതേ റഫറൻസിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാലും എന്താ കണ്ടോ, ആ റഫറൻസ് അതേ കണക്കിന് ഇരിപ്പുണ്ട്. അപ്പം മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചാലും വലിയ പ്രോബ്ലം ഇല്ല. കാരണം അതിൽ ആ ഒരു ഫോട്ടോയിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു റഫറൻസിൽ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നാലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, നമ്മൾ ആ രണ്ടാമത്തെ പോസ് കഴിഞ്ഞു. ദെൻ മൂന്നാമത്തെ പോസാണ്. മൂന്നാമത്തെ പോസ് നോക്കിക്കഴിഞ്ഞാൽ ഹിപ്പ് ഷുഡ് ബി സ്ട്രൈറ്റ്. ഹിപ്പ് സ്ട്രൈറ്റ് ആയിരിക്കുകയും കാല് ഇതേപോലെ വരികയും ചെയ്യും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പോസിങ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പോസ് അതേ കണക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെ സെലക്ട് ചെയ്യുക, സ്വല്പം ഒന്ന് മുകളിലേക്ക് വലിക്കുക, ഈ കാലെടുക്കുക, സ്വല്പം സ്ട്രെച്ച് ചെയ്യുക. വളരെ സമാധാനത്തിൽ ചെയ്യേണ്ട പ്രോസസ്സാണ് അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്ക് മാക്സിമം ക്വാളിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സ്വല്പം ഇങ്ങോട്ട് മൂവ് ചെയ്യുക, ഔട്ട് ഓഫ് ബാലൻസ് ആവല്. ഇങ്ങനെ ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല, ബാലൻസിൽ തന്നെ പോവുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ബാലൻസിലാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഈ ഒരു കാലെങ്ങനെയാണ് സ്വല്പം കൂടെ ഒന്ന് തിരിഞ്ഞിരിക്കുകയാണ്. സോ ഇപ്പോൾ ഇതിന് സ്വല്പം സെലക്ട് ചെയ്യുന്നു, സ്വല്പം ഒന്ന് മുകളിലേക്ക് വരിക്കുന്നു, സ്വല്പം ഇങ്ങനെ ആക്കുന്നു. ഓക്കെ, സ്വല്പം ഇങ്ങോട്ട് തിരിക്കുന്നു. അപ്പോൾ ആ റോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. സ്വല്പം ഇങ്ങോട്ട് തിരിക്കുന്ന ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ. അപ്പോഴും ഔട്ട് ഓഫ് ബാലൻസ് ആവാൻ പാടില്ല. കാല് സ്വല്പം കൂടെ അങ്ങോട്ട് വയ്ക്കുക. വീണ്ടും ഞാൻ ആ റെഫറൻസ് എടുക്കുന്നു. ഇവിടെയാണ് ഇരിക്കുന്നത്, അതായത് അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്വല്പം ഇങ്ങനെ ആ ഒരു പോസിലാണ് ഇരിക്കുന്നത്. സ്വല്പം ഇതിനെ സെലക്ട് ചെയ്യുക, സ്വല്പം ഒന്ന് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത്. ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഇതെനിക്ക് വലിയ സുഖമായിട്ട് തോന്നുന്നില്ല. ഇത് അപ്പോൾ അതെല്ലാം നമ്മൾ പിന്നെ കറക്റ്റ് ചെയ്യും. തൽക്കാലം നമ്മൾ പോസ് വെച്ചിട്ട് പോകുന്നു, പിന്നെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. 8 എന്നുള്ളത് 4 എന്ന് പറയുമ്പോൾ 12. 12 ഏത് പോസാണ്? 12 എന്ന് പറയുന്നത് ഇത് ഇവൻ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നോക്കിയേ, ഇതുണ്ടോ, ഫ്രണ്ടിലോട്ട് പോകാൻ പോവുകയാണ് ഇങ്ങനെ. അപ്പോൾ അത് നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ കണക്ക് തന്നെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് ആ എക്സാക്ട് കാര്യം തന്നെ കിട്ടണമെന്നില്ല. ഇപ്പോൾ സ്വല്പം ഇതിനെ സെലക്ട് ചെയ്തു, ഞാൻ അതിന് 0 ആക്കി. അതിനുശേഷം സ്വല്പം ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ടാക്കി, സ്വല്പം ഒന്ന് താഴ്ത്തി വെച്ചു. ഓക്കെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ ഹിപ്പ് നോക്കിയേ, ഹിപ്പ് എക്സാക്റ്റ് ആയിട്ടും മിഡിലാണ് ഇരിക്കുന്നത് അല്ലേ ഹിപ്പ്. അപ്പോൾ ഹിപ്പിനെ സ്വല്പം ഒന്ന് മിഡാക്കുക, സ്വല്പം നീക്കുക, മിഡാക്കുക. മിഡാക്കിയിട്ട് സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒന്ന് താഴേക്കാണെങ്കിൽ താഴേക്കും, മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഫൈനൽ പോസിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ലാസ്റ്റ് ഇനി ഈ പോസില്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ കാല് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ കാല് അപ്പുറത്ത് വരും. അതാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഈ 16ൻ്റെ ഏതാണ് ഇത് നമുക്ക് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇത് തിരിയും, അത് തിരിയും. അപ്പോൾ 2 കാലാണ്. ഒന്ന് ഈ കാല് അവിടെ വരുമ്പോൾ തിരിയും, ഈ കാല് ഇവിടെ വരുമ്പോൾ തിരിയും. അപ്പോൾ ഫസ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ലാസ്റ്റ് കാല് വയ്ക്കുന്നത്. സോ ഇപ്പോൾ ഡ്രാഗ് ചെയ്യുന്നു. ഞാൻ 16ാമത്തെ പോസിലാണ്. 16ാമത്തെ പോസിൽ കാല് സ്ട്രെയിറ്റ് ആയിട്ട് താഴെ കൊണ്ടുവരിക, റൊട്ടേറ്റ് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക, എക്സാക്ട് പോസ് കറക്റ്റായിട്ട് വയ്ക്കുക. സ്വല്പം ഒന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വയ്ക്കുക. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്യുക, റോൾ
ഫുട്ട് റോളിനെ നമുക്ക് എന്ത് ചെയ്യുക, സ്വല്പം അങ്ങോട്ടാക്കി വെച്ച് കൊടുത്തിട്ട് സ്വല്പം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫുട്ട് റോൾ സ്വല്പം ഒന്ന് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. സ്വല്പം ഈ ക്യാരക്ടറിനെ ഇങ്ങോട്ട് നീക്കുക, ഫ്രണ്ടിലേക്ക് വയ്ക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ പക്കായിട്ട് ആ സ്ഥലത്ത് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാല് സ്വല്പം സ്ട്രെച്ച്ഡ് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും കാല് സ്ട്രെച്ച്ഡ് ആണ്. സ്വല്പം കൂടെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് വെക്കുക കാലിന്. വേണമെങ്കിൽ സ്വല്പം കൂടെ ഒന്ന് ടോപ്പിലോട്ടാക്കാം. ഇതാ ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പം നോക്കിക്കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള പോസസ് എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഫസ്റ്റ് പോസ് ഡൗൺ, അതിനുശേഷം സ്വല്പം ഇങ്ങനായി. ഇതിന് വേണമെങ്കിൽ സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് എന്താണ് ഇൻ ബിറ്റ്വീൻ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പ്ലേ ചെയ്തത് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു അനിമേഷൻ കണ്ടല്ലോ. എന്താണ് ബേസിക് ആയിട്ടുള്ള അനിമേഷൻ? ഇങ്ങനെ വന്നു, ഈ കാലെടുത്തു, ഇവിടെ വെച്ചു. അപ്പോൾ നമുക്കിനി ശ്രദ്ധിക്കേണ്ട, ഈ ഡൗൺ ആവുന്ന സമയത്ത് ഈ കാല് കണ്ടോ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്താണ് വരുന്നത്. കണ്ടോ, ലിഫ്റ്റ് ചെയ്ത് വരുന്നത്. അത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഈ കൺട്രോളർ ഒന്നും ഔട്ട്പുട്ടിൽ കാണത്തില്ല. ഓക്കെ, പക്ഷെ നമുക്ക് കൺട്രോളർ വേണം, കണ്ടാലേ നമുക്ക് അനിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഇതിൽ പോകുന്നു, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പെർസെൻറ്റേജ് കൂട്ടുക, 100%. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കാണണം. ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് അനിമേഷൻ. അപ്പോൾ നോക്കി, കാല് നല്ല സ്പീഡായിട്ടാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് അത്രയും ഒരു സ്പീഡ് വാക്കാണ്. ഇപ്പോൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സ്പീഡ് വാക്കാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്ത് ആക്കേണ്ടതായിട്ടുണ്ട്. സ്മൂത്ത് ആക്കുന്ന സമയത്ത് നമ്മൾ ഈ കാലിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാല് നമുക്ക് ഇതേ കണക്ക് എടുത്തുകൊണ്ടങ്ങ് പോകണ്ട. എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് ആ ഒരു ഫീല് കുറവ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി അവിടെ തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഫുട്ട് റോൾ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഫുട്ട് റോളിൻ്റെ ആ ഒരു ഏരിയക്കകത്തുള്ളത് മാത്രം നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഫുട്ട് റോൾ മാത്രം. ഓക്കെ, അതിനുശേഷം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ സ്വല്പം റൊട്ടേഷൻ സ്വല്പം ഒന്ന് മുകളിലോട്ട് വയ്ക്കുക. അതാകുമ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീല് കിട്ടും. കണ്ടോ, ഇവിടെ നിന്ന് തന്നെ എടുത്തുകൊണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഫുട്ട് റോൾ കുറയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ സ്വല്പം ഒന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടുന്നു. ഇത് ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ സ്വല്പം ഡ്രാഗ് ചെയ്തിരുന്നു. ഇതെല്ലാം ഇതെല്ലാം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സംഭവമാണ്. എനിക്ക് ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല. അത് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞ് ഇവിടെ നിന്ന് സ്വല്പം അപ്പാവുന്നു. അത് കഴിഞ്ഞിട്ട് മാക്സിമം ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഇത്രയും ഈ ഒരു റോൾ ഇത്രയും വേണമെന്നില്ല. സ്വല്പം കുറയ്ക്കണമെങ്കിൽ സ്വല്പം കുറയ്ക്കാം. ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക. സ്വല്പം കുറയ്ക്കണമെങ്കിൽ നമുക്ക് സ്വല്പം കുറയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് ചെയ്യുന്നു, ഈ ഒരു ഏരിയക്കകത്ത് വയ്ക്കുന്നു. ഓക്കെ, ഇനിയും നമ്മൾ പ്ലേ ബ്ലാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ ചെയ്താൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. കാലിൻ്റെ ആ കാലെടുത്തതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റും. ഒറ്റയടിക്കത് എടുത്തുകൊണ്ട് പോവാതെ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയക്കകത്തുള്ള ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ അത് നമ്മൾ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പോകണ കണക്കൊരു ഫീൽ ചെയ്യുന്നു. ഡൗൺ അപ്പ് ഡൗൺ, അവസാനമൊന്നും ആ ഒരു ഫീൽ വരുന്നില്ല അപ്പിന്. സോ ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സ്വല്പം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, അപ്പ് ചെയ്ത് കൊടുക്കുക. എന്നാലേ ആ ഒരു ക്യാരക്ടർ അവിടെ വന്നിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാലേ ആ ഒരു വെയിറ്റ് ഷിഫ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. സോ സ്വല്പം കൂടെ ഒന്ന് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ ക്യാരക്ടർ ഡൗൺ അപ്പ് ദെൻ ഡൗൺ എന്നുള്ള ഫീൽ വരുള്ളൂ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ഒന്ന് പൊക്കാം. കാരണം ഇവിടെ നല്ലവണ്ണം ഡൗൺ ആയിരുന്നു. അപ്പ് ദെൻ നല്ലവണ്ണം പൊക്കുക, ദെൻ ഡൗൺ. അപ്പോഴേ ആ ഒരു ഹിപ്പിൻ്റെ ഒരു വെയിറ്റ് ഷിഫ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ നിന്ന് എടുത്ത് വെക്കുന്ന ഒരു ഫീല് നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പോസ് നമുക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ് നമുക്ക് ആയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കാല് വെക്കുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തന്നെ കാലിൻ്റെ ഫോളോ ത്രൂ. കാല് ഇത്രയും പോയാൽ പോരാ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോളോ ത്രൂ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ഇനി ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്യാം. ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്തുള്ള ഉപയോഗം എന്ന് പറയുമ്പോൾ ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ എത്തുന്ന സമയത്തും ബാക്കിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. ഇവിടെ എത്തുന്ന സമയത്താണ്ടോ ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കറക്റ്റായിട്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു ഫീൽ. അതുപോലെ തന്നെ ഇതിന് സ്വല്പം ടോപ്പിലോട്ടാക്കിയാലും ഒരു മിസ്റ്റേക്കും ഇല്ല. ഒരുപാട് ഓടിക്കരുത്, സ്വല്പം ഇത്രയാക്കിയിട്ട് ഇങ്ങനെ വെച്ചാലും ഒരു കുഴപ്പമില്ല. ഇനി നമ്മളൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നോക്കിയാൽ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഫീല് കിട്ടുന്നതായിട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റൊട്ടേഷൻ അറിയാൻ പറ്റത്തില്ല കാലിൻ്റെ. അത് റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൊരു ഫീല് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതേ കണക്ക് തന്നെയാണ് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത് ചെയ്യുന്നത്. മൊത്തം 32 ഫ്രെയിമാണ്. ഒരു കാല് വെക്കുന്നത്
16 ഫ്രെയിം. ഓക്കെ, ഞാൻ മൊത്തത്തിൽ 32 ഫ്രെയിം എന്ന് പറഞ്ഞാൽ 2 കാല് വെക്കാൻ വേണ്ടിയിട്ടാണ് 32 ഫ്രെയിം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഇതേ പോസുകൾ വീണ്ടും ഇട്ട് പോവുക. 16 ഉള്ളതിനെ ഞാൻ 20 ആക്കുന്നു, ഇതിനെന്ത് ചെയ്യുക, 0 ആക്കുന്നു. ഇനിയിപ്പോൾ എനിക്കത് നോക്കേണ്ട ആവശ്യമില്ല. ഷുഡ് ബി ഡൗൺ, ദെൻ സ്ട്രെച്ച് ഫോർവേഡ്, ഷുഡ് ബി ഡൗൺ. ഇത് സെലക്ട് ചെയ്യുക, ഫുട്ട് റോള്, സ്വല്പം കൂടെ ഫുട്ട് റോൾ വയ്ക്കുക, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. അവിടെ വെച്ച് തന്നെ അതേ പൊസിഷൻ വെച്ച് തന്നെ സ്വല്പം ഒന്ന് ടോപ്പ് ആക്കുക. അതിനുശേഷം ഇത് കുറയ്ക്കണമെങ്കിൽ സ്വല്പം കുറയ്ക്കാം, കുറച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് അവിടെ വെച്ച് തന്നെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യുക, സ്വല്പം ഒന്ന് പൊക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് റീച്ച്, അവിടെ നിന്ന് അത് എടുത്ത് പൊക്കുന്നു എന്നുള്ളൊരു ഫീല് വരണം. ഇതാ ഈ കാല് സംഭവം, ഈ കാലുണ്ടല്ലോ, ഈ ക്യാരക്ടറിന്റെ കാല് സ്വല്പം എന്താണ്, ഒരു സ്ട്രെച്ചഡ് ആണ് കാല്. മീൻസ് ആ ക്യാരക്ടറിന്റെ കാലിന്റെ മോഡലിന്റെ കുഴപ്പമാണ്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഈ ഒരു ഫിനിഷ് നമുക്ക് കിട്ടണം. ഇതാ ഇതിപ്പോൾ പ്രശ്നം പറ്റി എന്താണെന്ന് അറിയാമോ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാല് രജിസ്റ്റേർഡ് ആയിരുന്നില്ല. ഇതാ ഇത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഈ കീ ഫ്രെയിമിൽ നമ്മൾ കീ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് കീ ഇടുക കേട്ടോ, എല്ലാത്തിലും കീ ഫ്രെയിം ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 20 നമ്മൾ ഒന്നും കൂടെ ചെയ്യുന്നു, സ്വല്പം സൂം ചെയ്ത് വയ്ക്കുക, സ്വല്പം ഒന്ന് ഫുട്ട് റോൾ സ്വല്പം കൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യാം, സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം മുകളിലോട്ട്. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ അവിടെ നിന്ന് ഇരുന്ന് ആ ഒരു പൊങ്ങുന്നൊരു ഫീൽ കിട്ടും, സ്വല്പം വളരെ മൈന്യൂട്ടായിട്ട്. ഇതാ ഓക്കെ, അവിടെ നിന്ന് തന്നെ അത് എടുക്കുന്നൊരു ഫീൽ കിട്ടണം. അത് കഴിഞ്ഞിട്ട് 24ാമത്തെ ഫ്രെയിമിൽ എന്ത് ചെയ്യുക, ഇതിനെ സ്വല്പം ഒന്ന് പൊക്കുന്നു, ക്യാരക്ടർ സ്വല്പം ഒന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നു, ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു, ഈ ക്യാരക്ടറിനെ സ്വല്പം ഈ ഒരു പർട്ടിക്കുലർ ലെഗിനെ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഇതിനെ നമുക്ക് എന്താക്കാം, 0 ആക്കാം. ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്ത് പോകാന്നുള്ളതേ ഉള്ളൂ. സ്വല്പം കൂടെ ഒന്ന് ഡ്രാഗ് ചെയ്യുക, അപ്പോൾ ക്യാരക്ടർ ഓബ്വിയസ്ലി സ്വല്പം കൂടെ ഫ്രണ്ടിലോട്ട് വരും. എന്നിട്ട് അത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ മിഡിലാണ് ഇരിക്കുന്നത്, ഈ ഒരു ഏരിയക്കകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വല്പം കൂടെ ഒന്ന് പൊക്കാം, ക്യാരക്ടറിനെ സ്വല്പം കൂടെ പൊക്കാം. ഇത് സ്വല്പം കൂടെ നമുക്ക് ഫുട്ട് റോൾ കൊടുക്കണമെങ്കിൽ ഫുട്ട് റോൾ കൊടുക്കാം, വിഷയമില്ല. അതിനുശേഷം ഇതൊന്നും കൂടെ ചെക്ക് ചെയ്യാം. അതായത് നല്ലവണ്ണം ചരിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഏരിയ തുടക്കത്തിൽ ചെയ്ത സമയത്ത് റെഫറൻസ് എടുത്ത് മാത്രം ചെയ്താൽ മതി. തൽക്കാലം ഡ്രാഗ് ചെയ്ത് വയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അടുത്ത പോസ് എന്ന് പറയുന്നത് 28 ആണ്, 4 കൗണ്ടാണ് 28. ഇപ്പോൾ 28 ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇതാ ഫ്രണ്ടിലോട്ട് വരുന്നു, മൊത്തത്തിൽ ഫ്രണ്ടിലോട്ട് വരുന്നു. സോ ഡ്രാഗ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഇതിൻ്റെ അത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, ഇരുന്നാലും കുഴപ്പമില്ല. ഞാൻ സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ കാല് സ്വല്പം ഇങ്ങനെ വെച്ചു, ഇതിനെ സ്വല്പം കൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, അത് കറക്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ഫീലിൽ കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങോട്ട് നീക്കി, ഇതാ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് പോസ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഈ ക്യാരക്ടറിനെ സ്വല്പം ഇങ്ങോട്ട് നീക്കി, ഹിപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, സ്വല്പം അങ്ങോട്ട് നീക്കി, കറക്റ്റ് ക്യാരക്ടർ ഡൗൺ ആവുന്ന സമയത്ത് ഇവിടെ 0 ആക്കി, ഇതിനെ റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു, ഇതിനെ റൊട്ടേറ്റ് ചെയ്തു, കറക്റ്റായിട്ട് അവിടെ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് വെച്ചു, സ്വല്പം കൂടെ അഡ്ജസ്റ്റ് ചെയ്തു, ഇവിടെ വെച്ചു. കറക്റ്റ് നമ്മളൊരു പ്ലെയിൻ വെച്ച് വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ തുടക്കമായതുകൊണ്ട് നമ്മൾ തൽക്കാലം പ്ലെയിൻ വെച്ച് ചെയ്യുന്നില്ല. പ്ലെയിൻ വെച്ചില്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ലെഗിൻ്റെ കറക്റ്റ് ഏരിയ, ഹിറ്റ് ചെയ്യുന്ന ഏരിയ മീൻസ് അത് നമുക്ക് ആ ഒരു എന്താണ് ലാൻഡ് ചെയ്യുന്ന കറക്റ്റ് പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല, കാല് വെക്കുന്ന സ്ഥലം. പെനിട്രേഷനൊക്കെ ചിലപ്പോൾ വെക്കും. ഇനി ഇതിൻ്റെ അകത്തൊരു പ്ലെയിൻ വെച്ചാൽ ചിലപ്പോൾ ഇത് പെനിട്രേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്, പൊത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വല്പം ഇങ്ങോട്ട് നീക്കി, ഇതിനെ സെലക്ട് ചെയ്തു, ഇതിനെ റോൾ ബോൾ തന്നെ കൊടുത്തു, ഫുട്ട് റോൾ തന്നെ കൊടുത്തു. ഇതാ അപ്പോൾ ആക്ച്വലി ഫുട്ട് റോൾ തന്നെ അവിടെ നിന്നേ വരണം. സ്വല്പം മിഡിലോട്ട് നീക്കി, സ്വല്പം ഇങ്ങനെ വന്നു, ഇത് സ്വല്പം ചെറുതായിട്ടൊന്ന് താഴ്ത്തി. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കാല് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ബേസിക് ആയിട്ടുള്ള പ്രോസസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പേസിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. നമുക്ക് നോക്കാം, ഒന്ന് പ്ലേ ബ്ലാസ്റ്റ് അടിച്ച് നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതൊരു ഇതിൻ്റെ പ്രോബ്ലം ആയിരിക്കാനാണ്. ഏതിൻ്റെ പ്രോബ്ലം, സ്പേസിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കും. മൂവ് ചെയ്യുന്ന സമയത്ത് സ്പേസിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആ സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സ്പേസിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ പോവേണ്ടത് ഗ്രാഫ് എഡിറ്ററിലാണ്. ഗ്രാഫ് എഡിറ്ററിൻ്റെ അകത്ത് കർവ് എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കർവ് എഡിറ്റർ, അതിലൊരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കർവ് എഡിറ്റർ ഓപ്പൺ അപ്പ് ആയിട്ട് വരും. കണ്ടോ, കർവ് എഡിറ്റർ. ഓക്കെ, ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ ഗ്രാഫുകൾ കാണിക്കുന്നത്. അതിൻ്റെ കർവിൻ്റെ ഗ്രാഫുകൾ. സോ നമ്മളിപ്പോൾ മൂവ് ചെയ്യുന്നത്, ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് Z ആക്സിസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൽ Y ആണ് കാണിക്കുന്നത്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ആക്സിസ് Y ആണ്, മുകളിലത്തെ ആക്സിസ് ആണ് Z. അപ്പോൾ ചിലതിന് അങ്ങനെ മാറിക്കിടക്കും, കുഴപ്പമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പൊസിഷൻ്റെ ആക്സിസ് Y ആക്കുന്നു. അതിനുശേഷം ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഫ്രെയിം ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി, ഇവിടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ നമുക്കിത് കാണിക്കും.
അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഇത് മൂവ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ വേണോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കണ്ടോ, ചെറിയൊരു വ്യത്യാസം അവിടെ വന്നു, കാണുന്നുണ്ടോ? ഇവിടെ സെലക്ട് ചെയ്തിട്ട് ചെറിയൊരു വ്യത്യാസം. അതുപോലെ തന്നെ അടുത്തതിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കീ ഫ്രെയിമിലോട്ട് വരിക. എന്നിട്ട് അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഇല്ല, ആ ഡിലീഷൻ പ്രോപ്പർ അല്ല. അപ്പോൾ ആ കീ ഫ്രെയിമിലെ വാല്യൂ അല്ല ഡിലീറ്റ് ചെയ്യാനുള്ള. സ്വല്പം ഫ്രണ്ടിലേക്ക് നീക്കുക, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സ്വല്പം ഫ്രണ്ടിൽ. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട പ്രോസസ്സാണ്. ഒരുപാടായി കഴിഞ്ഞ് ചിലപ്പം നമ്മളെ കംപ്ലീറ്റ് അനിമേഷൻ പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നോക്കി ചെയ്യുക. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ ഡിലീറ്റ് ചെയ്താൽ പ്രശ്നം വരുമെന്ന്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ചെയ്ത് വിടുക. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, അതാ ഇവിടെ നിന്ന് ഈ ഒരു സ്ട്രെച്ചിൻ്റെ ഏരിയക്കകത്തൊക്കെ പ്രശ്നം കാണിച്ചു, കാരണം നമ്മൾ അവിടെ ഡിലീറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഏരിയ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഏരിയക്കകത്തുള്ള കീ ഫ്രെയിംസ് പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ചിലപ്പോൾ ഇതായിരിക്കും ഡിലീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ഇതിനെ സ്വല്പം ഡ്രാഗ് ചെയ്ത് അവിടെ ഇടുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഓക്കെ. ഇപ്പം ഈ ഒരു സ്ട്രെച്ചിൻ്റെ ആംഗിൾ കൂടി. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സ്വല്പം വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഹിപ്പ് ഡിലീറ്റ് ചെയ്താൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം. അതെല്ലാം നമ്മൾ സോൾവ് ചെയ്യണം. ഇവിടെ ഡ്രാഗ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് സൈക്കിളിൽ ആക്ച്വലി ഇത്രയും കാല് നമ്മൾ നോർമലി നടക്കുമ്പോൾ നമ്മൾ ഇത്രയും വെക്കത്തില്ല. ഇത് മാക്സിമം എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള പോസാണ്. ഇത് പഠിക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ എന്ത് ചെയ്യുക, അത് മാക്സിമം അവർ എക്സാഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് അത്രയും അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം, അതായത് ഡൗൺ അപ്പ് ഉണ്ടല്ലോ, ഡൗൺ അപ്പ് ഡൗൺ, ഈ ഒരു സാധനം ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഗ്രാഫിൻ്റെ ആക്സിസ് ഏതാണ്? സി ആക്സിസ് ആണ്. സോ ഇതിൻ്റെ അകത്ത് കർവ് എഡിറ്റർ എടുക്കുക, അതിൻ്റെ അത് സി ആക്സിസ് ചെക്ക് ചെയ്യുക. കർവ് എഡിറ്ററിൻ്റെ അത് സി ആക്സിസ്, ഇതാ ഇവിടെ കിടപ്പുണ്ട് കർവ്. സി ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇതാ സി ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൊട്ടേഷൻ കാണിക്കുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ. ഇതാണ് അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഡൗൺ അപ്പ്, ഓക്കെ, അപ്പ്. പിന്നെ നമുക്ക് ഡൗൺ ആവേണ്ടത് ഇവിടെയാണ്, കണ്ടോ, ഡൗൺ. അപ്പോൾ ആദ്യത്തെ ഒരു ഡൗൺ ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരു വാല്യൂ ആയി, കണ്ടോ. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക കേട്ടോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് എക്സാക്റ്റായിട്ട് ആ ഒരു ഏരിയക്കകത്ത് കൊണ്ടുവയ്ക്കുക. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഏരിയക്കകത്ത് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഇത് ഈ ഏരിയ എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇത് ടോപ്പിൽ നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് എന്താണ് സംഭവിച്ചത്, അത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ മൂവ്മെൻ്റ് ആയിപ്പോൾ നമുക്ക് അതിനെ അങ്ങ് റിമൂവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ അപ്പ് ആൻഡ് ഡൗൺ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, കണ്ടോ, അപ്പ് ആൻഡ് ഡൗൺ. അവർ ആർക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ സെലക്ട് ചെയ്യുക, വീണ്ടും ഒന്നും കൂടെ പ്ലേ ബ്ലാസ്റ്റ് അടിക്കുക, ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ, അത് സ്മൂത്തായി വരുന്നുണ്ട്. അതേപോലെ നമ്മൾ സ്മൂത്ത് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് ആ വാക്കിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വാക്ക് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇനി നമുക്ക് ടൈമിങ്, ഇനി നമ്മൾ സ്പേസിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ കാലിൻ്റെയാണ്. കാല് ഇങ്ങനെ വരുന്നു, ഈ ഒരു ഏരിയക്കകത്ത് നിന്ന് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നോക്കേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് ഡിസ്റ്റൻസ് ഇതാ ഇവിടെ നിന്ന് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഇൻ ബിറ്റ്വീൻ ഇടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒരു ഇൻ ബിറ്റ്വീൻ ഇട്ട് നോക്കാം. ഇതാ കണ്ടോ, ആ ഇൻ ബിറ്റ്വീൻ ഇടണമെന്ന് ഒരു പ്രശ്നവുമില്ല. സ്വല്പം കൂടെ നീക്കി വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ. അപ്പോൾ ആ കാല് അവിടെ നിന്ന് വരുന്നതിൻ്റെ ആ ഒരു ഫിനിഷിങ് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ അതാ കാലെടുത്തു. ഇപ്പോൾ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ചെയ്യാം. ഒരുപാട് ഹൈറ്റ് കൂടിപ്പോയെന്ന് തോന്നിയാൽ സ്വല്പം കുറയ്ക്കുക. ഓക്കെ, ഇങ്ങനെ അതെല്ലാം നമ്മൾ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കണം. ഓക്കെ, അത് അനിമേറ്ററിൻ്റെ ജോലിയാണ് അതെല്ലാം ചെയ്തെടുക്കുക എന്നുള്ള. അപ്പാണെങ്കിൽ അത് ഡൗൺ ആക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇതാ സ്പേസിങ്ങും കാര്യങ്ങളും എല്ലാം പ്രോപ്പർ ആക്കുക. ഇവിടെ വെയിറ്റ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് കുറഞ്ഞു പോയി എന്നുള്ളൊരു ഫീൽ എനിക്ക് വരികയാണെങ്കിൽ അതാ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ലല്ലോ, നമുക്ക് അവിടെ നീക്കി കൊടുക്കാം. ആരും ഒന്നും ചോദിക്കത്തില്ല. ഇവിടെ സെലക്ട് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഇവിടെ വെച്ച് കൊടുക്കുക. കാരണം നമുക്ക് 2 കീ ഫ്രെയിമല്ലേ ഉള്ളൂ, കണ്ടോ. ആ ഒരു അതായത് ഇപ്പോൾ സ്ലൈഡ് ആവും. അപ്പം സ്ലൈഡ് ആവുന്നുണ്ടെങ്കിൽ ഇതിനെ കോപ്പി ചെയ്ത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുക, കണ്ടോ. ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുക, മനസ്സിലായില്ലേ. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്തിട്ട് നമുക്ക് അവിടെ ഇടാൻ പറ്റും. ഇവിടെ കോപ്പി ചെയ്തിടുക, ഇതിനെ കോപ്പി ചെയ്ത് അവിടെ ഇടുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതാ ഇവിടെ കുറച്ച് സ്ട്രെച്ച് ആവും.
അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം. നമ്മൾ ആ പ്രശ്നം നമ്മൾ തന്നെ സോൾവ് ചെയ്യുക. ഡൗൺ ഷുഡ് ബി ഡൗൺ, സ്വല്പം കൊണ്ടൊന്ന് ഡൗൺ ചെയ്യുക. അപ്പോൾ ഒരു കൺട്രോളിൽ മാത്രം പിടിച്ചല്ല കളിക്കേണ്ടത്, എല്ലാ കൺട്രോളിലും. അതായത് ഇവിടെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ചിലപ്പോൾ ഒരു കീ ഫ്രെയിം ഇടുമ്പോൾ വേറൊരു കീ ഫ്രെയിമിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാം. അതായത് ഇവിടെ ഓവർ സ്ട്രെച്ച് ആയിപ്പോയി. ഒരു ചെറിയ കീ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പണി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സ്വല്പം എന്ത് ചെയ്യുക, സ്വല്പം ഡ്രാഗ് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇവിടെ നോക്കിയേ, സ്വല്പം ഡ്രാഗ് ചെയ്യുക. ഇതിനെ സ്വല്പം ബാക്കിലോട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കീ ഫ്രെയിംസ് ഇൻ ബിറ്റ്വീനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കാല് മാറ്റിയതുകൊണ്ട് സ്ട്രെച്ച് സ്വല്പം താഴ്ത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസൃതമായിട്ട് എന്താണ് നമ്മൾ സ്ട്രെച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഈ കാല് ലാൻഡ് ചെയ്ത്, ഈ കാല് ലാൻഡ് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കാല് പൊങ്ങണം, അടുത്ത കാല് പൊങ്ങണം. ലാൻഡ് അപ്പ്. ഇവിടെ നിന്ന് ഡൗൺ, ഇവിടെ നിന്ന് ലാൻഡ് ചെയ്ത്, ഇവിടെ നിന്ന് വന്ന് ലാൻഡ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ ഷുഡ് ബി മോർ ഡൗൺ. സോ യെസ്, ഡൗൺ ഡൗൺ ദെൻ അപ്പ് ദെൻ ഡൗൺ. ഈ അപ്പ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അപ്പ് ചെയ്ത് കൊടുക്കുക, ലാസ്റ്റ് അപ്പ്. എന്നാലേ ആ ഒരു വന്ന് വീഴുന്ന സമയത്ത് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഈ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെയിറ്റ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു കീ ഫ്രെയിം കണ്ടോ, ഇത് കണ്ടോ, ഇത് അനാവശ്യമായിട്ടുള്ള ഒരു ഹിപ്പ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയുക. ഓക്കെ, അങ്ങനെ നമ്മൾ അനാവശ്യമായിട്ടുള്ള കീ മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കാണും, അതെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുക. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ പ്ലേ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആദ്യം കണ്ടത് കാണോ, ഇപ്പോൾ കാണുന്നത് അല്ല, കുറച്ചും കൂടെ ഒരു ഫിനിഷ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഫീല് നമ്മൾ കൊണ്ടുവരിക. ചെയ്ത് വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കൊരു ഫീല് വരാൻ പറ്റുന്നത്. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ തലയുടെ അനിമേഷനും കൂടെ നോക്കിയിട്ട് നമുക്കങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തത് ഓക്കെയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസീവ് വാക്കാണ്. ആക്ച്വലി ഈ ടൈപ്പ് ഓഫ് വാക്ക് നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാറില്ല. വല്ലപ്പോഴും മാത്രമാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്, അപ്പം മാത്രമേ നമ്മൾ ഇത് യൂസ് ചെയ്യാറുള്ളൂ. നമ്മൾ നോർമലി പ്രൊഡക്ഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈക്കിളാണ്. സൈക്കിൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നോക്കാം. എന്തിനാണ് സൈക്കിൾ യൂസ് ചെയ്യുന്നത്, സൈക്കിൾ എങ്ങനെയാണ് നമുക്ക്, സൈക്കിളിൻ്റെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്, വാക്ക് സൈക്കിൾ ലൈബ്രറി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് തലയുടെ കൺട്രോളർ എങ്ങനെയാണെന്ന് നോക്കാം. തല ഹിപ്പിന് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എസ് അടിക്കുക, ഹിപ്പ് ഡൗൺ ആകുമ്പോൾ തല പൊങ്ങും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പോസ്റ്റിൽ തല സ്വല്പം ഡൗൺ ആക്കി വെക്കുക. കാരണം അടുത്ത പോസ്റ്റിൽ തല നന്നായിട്ട് അപ്പ് ആവാൻ പോവുകയാണ്. ഒരു കർവായിട്ട് സ്വല്പം ഇങ്ങനെ അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പ്, സ്ട്രെയിറ്റ് ലൈൻ, അപ്പ്. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതാ, ഓക്കെ, അപ്പ് കണ്ടോ, ആ ഒരു കർവ് ഇങ്ങനെ വരും. അപ്പ് ഷുഡ് ബി മോർ, അപ്പ് ഷുഡ് ബി up should be down. ഇപ്പം നോക്കിയേ. ഓക്കെ, ദെൻ ഡൗൺ വരുന്ന സമയത്ത് അപ്പ്, വീണ്ടും മാക്സിമം അപ്പ് ആവുമ്പോൾ ഇത് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി ആ ഒരു മൂവ്മെൻറ്റ്. നമുക്കൊരു പ്ലേ പ്ലസ് അടിച്ചു നോക്കാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഒന്നും കൂടെ നമുക്ക് കണ്ടു നോക്കാം. കണ്ടോ, ആ ഒരു ഫിനിഷ് കിട്ടുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, വളരെ ബേസിക് കൺസെപ്റ്റാണ് പറയുന്നത്. നമുക്ക് വേറെ പരിപാടി ഉണ്ട്, ചെറിയ റൊട്ടേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ പിന്നെ കൊടുക്കും. ഇപ്പം കണ്ടല്ലോ, സ്മൂത്ത് ആയത് കണ്ടല്ലോ, പ്ലേ ചെയ്തുമ്പോൾ അറിയാൻ പറ്റും. ഇതാ കണ്ടോ, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. തല മാത്രം ശ്രദ്ധിക്കുക. അതേപോലെ കാല് ഒരു കാരണവശാലും മെയിൻ സംഭവമാണ്. കാല് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാല് ചറക്കാൻ പാടില്ല, എന്ത് ചെയ്യുക, സ്ലൈഡ് ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആ ഒരു പോസ് അതിൽ തന്നെ ഇരിക്കണം. എടുക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് അതിൽ തന്നെ ഇരിക്കണം. അതേപോലെ ഇതെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫീലിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫ്ലാപ്പും അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് ഇവിടെ ഉണ്ട്. നമുക്കത് സ്വല്പം നോക്കാം. ഇവിടെ ടോ, ഈ ഒരു ടോ ഉണ്ടല്ലോ, ഈ ടോ നമുക്കിവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. വേണമെങ്കിൽ മാത്രം ഇവിടെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിലും, ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് വേണമെങ്കിലും ടോ നമുക്ക് യൂസ് ചെയ്യാം. എന്താ ടോ, ബാക്കിലോട്ട് പോകുന്ന രീതിയിൽ. ഇതാ ടോ അവിടെ നിന്ന് ഇങ്ങനെ വരും. ഇവിടെ എത്തുമ്പോൾ ടോയെ എന്ത് ചെയ്യുക, നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ടോയെ ഓപ്പോസിറ്റ് ആയി കൊടുക്കാം. ഉണ്ടോ, അപ്പോൾ ഈ ടോ നമുക്കിത് ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ടോയെ 0 ആയി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീല് നമുക്ക് വരും, വയ്ക്കുന്നു എന്നുള്ളൊരു ഫീല് നമുക്ക് വരും. അപ്പോൾ ടോ മാക്സിമം അപ്പ് ചെയ്യുക. ഇവിടെ എത്തുന്ന സമയത്ത് വേണമെങ്കിൽ ടോ നമുക്ക് സ്വല്പം കൂടെ പൊക്കാം. മാക്സിമം അതിനൊരു വാല്യൂ ഉണ്ട്, അത് കഴിഞ്ഞത് പൊങ്ങത്തില്ല. ആ ഒരു വാല്യൂ കഴിഞ്ഞത് വൃത്തിയേടുമാവും. ഇതിങ്ങനെ വെച്ചിട്ട് ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ആ ടോയ്ക്കും കൂടെ ഒരു ഫീൽ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ആ ടോ കൊണ്ടൊന്ന് ഫില്ല് ചെയ്യണ ഒരു ഫീൽ. അടുത്ത ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്തും ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സമയത്തും നമുക്ക് ടോയെ എന്ത് ചെയ്യാം, സ്വല്പം കൂടെ ഒന്ന് ടോ
ഈ കൺട്രോളറാണ്, മീൻസ് ഈ കൺട്രോളറാണ്. ഇത് സെലക്ട് ചെയ്യുക, ടോയെ നമുക്ക് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം, അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഡൗൺ ദെൻ ഷുഡ് ബി യെസ്. ഇവിടെ എത്തുമ്പോൾ നല്ലവണ്ണം നമുക്ക് ടോയെ അങ്ങോട്ടായി കൊടുക്കാം. ഓക്കെ, അതാകുമ്പോൾ അത് നല്ലവണ്ണം അടിച്ച് വെക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ അത് കുറച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫീലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അടുത്ത പോസ് വരുമ്പോഴേ ആ ഒരു കറക്റ്റ് ഫീൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുക, സ്വല്പം ഒന്ന് ഡിക്രീസ് ചെയ്യുക. ഓക്കെ, കാരണം ഇത് ചെയ്തപ്പോഴേ, ഇത് കണ്ടോ, ഇത് ചെയ്തപ്പോൾ നമുക്കത് ഹിറ്റ് ചെയ്തതായിട്ടൊരു ഫീൽ വന്നായിരുന്നു താഴെ എത്തിയ സമയത്ത്. ഇത് മറ്റേ താഴെ എത്തുന്നില്ലല്ലോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടോയുടെ യൂസ് ഇല്ല, ഇവിടെയൊക്കെ ടോ കൊടുക്കേണ്ട ആവശ്യമില്ല, 0 കണ്ടോ. താഴെ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഒരു കാരണവശാലും ടോ കൊടുക്കരുത്, അതെല്ലാം 0 ആയിരിക്കണം ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം ഇവിടെയും ടോ 0 ആയിരിക്കണം. സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയിൽ മാത്രം ടോ അപ്പ് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അപ്പോൾ ഇനി ഒരു പ്ലേ ബ്ലാസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ കാല് നോക്കിയാൽ സ്വല്പം കൂടെ ഒരു ഫീൽ വന്നായിട്ട് കാണാം. എത്രയും കൂടുതൽ അനിമേഷൻ ചെയ്യുന്നു അത്രയും കൂടുതൽ നമുക്കതിന് ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ സ്വല്പം കൂടെ നോക്കി എങ്ങനെയാണെന്ന് കണ്ടോ. ആ കാല് മാത്രം ശ്രദ്ധിക്കുക. നമുക്കൊന്ന് ഫ്രെയിം ബൈ ഫ്രെയിം നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ബേസിക്കലി ഒരു വാക്ക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. സൈക്കിൾ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പ്രോഗ്രസീവ് ആണ് കേട്ടോ, പ്രോഗ്രസീവ് വാക്കാണ്. അപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ നോക്കിയേ, ഫ്രണ്ട് വ്യൂ നോക്കി കഴിഞ്ഞാൽ അതിൽ സ്വല്പം ഒരു പ്രശ്നം കാണുന്നില്ല. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ കറക്റ്റ് ചെയ്യണം. ഇതിൽ പ്രോബ്ലം ഇല്ല. നമ്മൾ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് എല്ലാ വ്യൂവും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആക്കി കൊടുക്കുക. കാരണം അത് ലൈബ്രറിയിൽ യൂസ് ചെയ്യാനുള്ളതാണ്. കാരണം ഈ ലൈബ്രറി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്ക് സൈക്കിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വേറൊരാൾക്ക്. അല്ല, നമ്മൾ ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ലൈബ്രറി ഉണ്ടാക്കും, വാക്ക് സൈക്കിളിന്റെ ലൈബ്രറി. ആ ലൈബ്രറി ഉണ്ടാക്കുന്നത് പല ടൈപ്പ് ഓഫ് വാക്കുകൾ കാണും. അപ്പോൾ ഇതേപോലെ പ്രോഗ്രസീവ് വാക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രസീവ് വാക്കിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്ന അതിലോട്ട് എനിക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു ഷോട്ടിലോട്ട്. അപ്പോൾ പല രീതിയിലുള്ള വാക്കുകൾ കാണും നമുക്ക്. എന്ന് വെച്ചാൽ സ്നാപ്പി വാക്ക് കാണും, ചിരിച്ചുകൊണ്ടുള്ള വാക്ക് കാണും, കരഞ്ഞുകൊണ്ടുള്ള വാക്ക് കാണും. അപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ നമ്മളങ്ങ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുകയുള്ളൂ, മനസ്സിലായില്ലേ. ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകും. ആ സമയത്ത് ചിലപ്പം എനിക്ക് കിട്ടുന്ന ഷോട്ട് ഈ ആംഗിളിലായിരിക്കും, മനസ്സിലായില്ലേ. അപ്പോൾ അതിൽ ഇമ്പോർട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അയാൾ അത് ഫിക്സ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ വാക്ക് സൈക്കിൾ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ആക്സിസിലും ചെക്ക് ചെയ്യും കറക്റ്റ് ആണോ എന്ന്. ബാക്ക് ചെക്ക് ചെയ്യും, സൈഡ് ചെക്ക് ചെയ്യും, ഫ്രണ്ട് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാ ആക്സിസിലും നമ്മളത് ചെക്ക് ചെയ്യും, മനസ്സിലായില്ലേ. ഇതാണ്ടോ, ഇവിടെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഫ്രണ്ടിൽ, കണ്ടോ. ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് അറിയാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ പ്രോഗ്രസീവ് ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് തൊടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിലും മറ്റേ വാക്കാണെങ്കിൽ നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല, കണ്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേ അത് നമ്മൾ പക്കായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. വാക്ക് സൈക്കിൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, ആ ലൈബ്രറി ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വാക്ക് പലതും വാക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പേസിങ്ങും ടൈമിങ്ങും, കാലിൻ്റെ സ്പേസിങ് ടൈമിങ് ഡിപ്പെൻഡിങ് ഓൺ ദ ക്യാരക്ടറും ഒരു എന്താണ് വാക്കിനും റണ്ണിനും ഒക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ ക്യാരക്ടറും കൂടെ ഉണ്ട്. ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടർ ആണെന്നുള്ള കാര്യം കൂടെ നോക്കിയിട്ട് വാക്ക് ചെയ്യുമ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള വാക്ക് നമുക്ക് കിട്ടും. ബേസിക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കറക്റ്റായിട്ടുള്ള വാക്ക് കിട്ടും. പിന്നെ നമുക്ക് വേറൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കിൾ ആകുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് ഒക്കെ കോപ്പി ചെയ്ത് ഇടാൻ പറ്റും. ഈ ഡൗൺ തന്നെ കോപ്പി ചെയ്ത് അടുത്തേക്ക് ഇടാൻ പറ്റും. ഇതങ്ങനെ പറ്റത്തില്ല, കണ്ടോ. ഇതിന്റെ ഡൗൺ കണ്ടോ, ഭയങ്കര ഡൗൺ കുറവാണ്. ഇതിന്റെ ഡൗൺ കണ്ടോ, ഭയങ്കരമായിട്ട് കൂടുതലാണ്. അത് നമുക്ക് ഇത് ചെയ്യുന്ന സമയം നമുക്ക് കറക്റ്റ് ചെയ്യാം. ഏതാണ്, സൈക്കിൾ ചെയ്യുന്ന സമയം. എന്നാലും ഞാൻ ഇതിനെ സ്വല്പം കൊണ്ട് ഡൗൺ ആക്കിയേ, മാക്സിമം ഡൗൺ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ, കണ്ടോ. എന്ന് പറഞ്ഞാൽ ആ ഒരു വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പും ഡൗണും മാക്സിമം അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ സ്വല്പം കൂടെ ഞാൻ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൗൺ അതിനനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഡൗൺ. ഓക്കെ, അതേപോലെ തന്നെ ഡൗൺ കൂടിപ്പോയാൽ അപ്പും അതിനനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക. ഈ ഏരിയക്കകത്തൊക്കെ സ്വല്പം അത്രയും ഡൗണിൽ നിന്ന് വരണേല്ലേ, അപ്പോൾ സ്വല്പം ഒന്ന് മുകളിലോട്ട് പൊക്കുക. ഈ ഏരിയ ആകുമ്പോൾ സ്വല്പം കൂടെ മുകളിലോട്ട് പൊക്കുക മാക്സിമം. ഓക്കെ, അത്രയും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ഡൗൺ അപ്പ്. ഓക്കെ, ഇത് ഫസ്റ്റ് വാക്ക് സൈക്കിൾ ആയതുകൊണ്ടാണ്. നമ്മളെ റിയൽ ലൈഫിലെ വാക്ക് സൈക്കിളിന് ഇത്രയും അപ്പും ഡൗൺ ഒന്നും വരത്തില്ല. ഇത് നമ്മൾ എക്സാഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, പിന്നെ സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്വല്പം കൂടെ ഇതാ
ഡ്രാഗ് ചെയ്ത് കൊടുക്കും. ഇനി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. അപ്പം നമ്മൾ ഓരോ ചെറിയ വാല്യൂസ് ട്യൂക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറുതായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതും അനിമേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. സോ അപ്പം നമ്മൾ അതിനനുസൃതമായിട്ട് വേണം നമ്മളത് മൂവ് ചെയ്യാൻ. ഇപ്പം നോക്കിയാൽ കുറച്ചുകൂടി ഒരു പവർഫുൾ വാക്കായി. ഇതാ പവർഫുൾ വാക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതാ ഓക്കെ, കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് നമുക്ക് പല ആക്സിസിൽ നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഈ ഒരു ആക്സിസിലാണെങ്കിൽ ഈ ഒരു ആക്സിസിൽ വെച്ചിട്ട് പ്ലേ ബ്ലാസ്റ്റ് ചെയ്ത് നോക്കുക. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ. ഓക്കെ കണ്ടോ? അപ്പോൾ എല്ലാ വ്യൂസിലും നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഓ വളരെ ഇതാ മോശമില്ലാത്തൊരു വാക്കാണിത്. ഇതാ ആ ഒരു ബേസിക് സ്റ്റഫ് മാത്രമേ പറയുന്നുള്ളൂ. ആ ഒരു ബേസിക് സ്റ്റഫിൽ ഇത് ഓക്കെയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടാം. നമുക്കൊരു 250 ആക്കാം. കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പക്ഷേ 1280 × 960 കിട്ടും. ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയുടെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടെ ക്വാളിറ്റി കൂട്ടേണ്ടതായിട്ടുണ്ട്. സോ ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ നമുക്കൊരു 250 ചെയ്യാം. 200 ആണ് മാക്സിമം കേട്ടോ. 200 മാക്സിമം ക്വാളിറ്റി പറ്റുള്ളൂ. പ്ലേ ബാക്ക് സ്പീഡ് നമ്മൾ 30 ആയിരുന്നു. 24 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അത് ഹൈ ക്വാളിറ്റിയാണ്, ഡീഫോൾട്ട് ഷെയ്ഡിങ് ആണ്. ഇമേജ് ക്വാളിറ്റി നമുക്ക് ഇവിടെ കൂട്ടാം. നമുക്കൊരു 5 ആക്കാം, ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ടൈം കുറച്ച് കൂടുതൽ എടുക്കുമായിരിക്കും. ഇതാ അത്രയും ഇത് വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അനിമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാ കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റഫ് എന്ന് പറയുന്നത്. ഇതാണ്. ഇതിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ ആ ഒരു വെയിറ്റ് ഷിഫ്റ്റും അതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എല്ലാ സൈഡും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതാണ് ഈ ഏരിയ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. ഇതെല്ലാം സ്വല്പം ഒരു പ്രശ്നമുണ്ട്. അതെല്ലാ സൈഡും നമ്മൾ മറ്റേ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ശരിയാക്കും. അതേപോലെ ഈ കാല് വെച്ച് കഴിഞ്ഞിട്ട് ആ കാല് വെച്ച് കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞോടെ ആ കാല് അവിടെ നിന്ന് എടുത്തു തുടങ്ങണം. ഇല്ലെങ്കിൽ അത് അവിടെ സ്റ്റക്കായിട്ടിരിക്കും. ഒരു കാല് നമ്മുടെ ബോഡി പാർട്ടിൽ ഒന്നും നമ്മൾ എന്താണ് ഒരു ഹോൾഡായിട്ട് നിൽക്കത്തില്ല, പെട്ടെന്ന് അടിച്ച് നിൽക്കത്തില്ല. കാരണം എന്താണ്, നമ്മുടെ എല്ലാം റോബോട്ടിന് മാത്രമേ അങ്ങനെ ഒറ്റ ഇത് നീക്കുള്ളൂ. ഇതായത് ഒരു മൂവ്മെന്റ് കഴിഞ്ഞുടൻ, അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓവർലാപ്പിംഗ് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞല്ലോ. ഒരു മൂവ്മെന്റ് കഴിഞ്ഞുടൻ അടുത്ത മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഈ കാല് ഇവിടെ നിന്ന് സ്റ്റില്ലാവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാല് സ്റ്റില്ലായി കഴിയുമ്പോഴും വേറെ ബോഡി പാർട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഓവർലാപ്പിംഗ് ആക്ഷൻ നടക്കുന്നുണ്ട്. കാരണം എന്താണ്, ഹിപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹിപ്പ് മൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കാല് മൂവ് ചെയ്യുന്നുണ്ട്. ഹിപ്പ് സ്റ്റോപ്പ് ആവുന്നില്ല, ആ കാല് അതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് അവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്പോഴും മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ഫ്ലോ ആയിക്കൊണ്ടേ ഇരിക്കണം. ഹ്യൂമൻ അല്ല, നമ്മുടെ എല്ലാ ആനിമൽസ് ആയിരുന്നാലും ഹ്യൂമൻ ആയിരുന്നാലും ആ ഒരു ബേസിക് സംഭവം ഉണ്ടല്ലോ, ബോഡിയുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് സ്റ്റക്കായി സ്റ്റോപ്പ് ആവുന്നില്ല, അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു കൺസെപ്റ്റും കൂടെ ഓർക്കുക. അപ്പോൾ ഇതെടുക്കുക. അനിമേറ്റഡ് സർവൈവൽ കിറ്റ് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മളിത് ഇങ്ങനെ നോക്കുക. ഇത് ബേസിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസിങ്ങിനും പർപ്പസിനും മാത്രമാണ് ഈ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പോസ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ വെക്കുന്ന പോസും അല്ല, കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒറിജിനലിലോട്ട് വരാം. ഇതാണ് ഈ ലോകത്ത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ്. ഈ ഒരു റെഫറൻസ് ആണ്. ഇതാണ് വാക്ക് സൈക്കിൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ്. അതിൻ്റെ അകത്ത് അവർ കൈ ഇല്ലാതെയൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, കൈ ഇല്ലാതെ കാണിച്ചിട്ടുണ്ട്, കാല് മാത്രം കാണിച്ചിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. അതിൻ്റെ കൈ നമ്മൾ ചെയ്യുന്നില്ല, കൈ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 1 4 7 10 13. ഓക്കെ, 1 4 7 1 4 7 10 13. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി നോക്കാം. 1 4 7 ആക്കി നോക്കാം. ഇതിപ്പോൾ എത്രയല്ലേ, 8 ആണ്. ഓക്കെ, 10. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. 1 4 7 10 13 1 4 അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ 4 4 തന്നെയാണ് പോയിരിക്കുന്നത്. 1 4 7 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് 7 ഇടാം. ഫുൾ സെലക്ട് ചെയ്യാം കേട്ടോ. 7 ഇടുക. 7 ദെൻ എത്രയാണ്, 10 1 4 7 10. അടുത്ത് നമുക്ക് നോക്കാം 10 13. അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 7 ദെൻ 13. നമ്മൾ 13ൻ്റെ ഇടയിൽ ഒരുപാട് കീ ഫ്രെയിംസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിനെ ട്രാക്ക് ചെയ്തിട്ടും മാറ്റി ആ ഒരു ഇതിലാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു പോസെ. അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. 13 ആകുമ്പോൾ ഇതാണ് നമ്മളെ ഫിനിഷിങ് 13. അപ്പോൾ നമുക്കതിനെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് അതിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് എത്രയാണ്, ഇത് കഴിഞ്ഞിട്ട് ഇതിൽ വരുന്നൊരു ഫീൽ വരും. ഇത് എത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, 13 അല്ലേ.
ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, 13 ആയി കൊടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവർ പറഞ്ഞിരിക്കുന്ന അതേ കീ ഫ്രെയിമിലാണെങ്കിൽ നമുക്ക് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. 1 4 7 ഒരു ഫ്രെയിമും കൂടെ ഉണ്ടല്ലോ, 7 7 10 10 10 13 അങ്ങനെ ആയി കൊടുക്കേണ്ടി വരും. 10 ആകുമ്പോൾ ഏതാണ് പോസ്? 10th പോസ് ഷുഡ് ബി അപ്പാണ് മാക്സിമം അപ്പാണ് 10th. സോ നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം കൂടെ ഒന്ന് അപ്പായി കൊടുക്കുക, മാക്സിമം അപ്പ് ഇതുണ്ടാവും. ഓക്കെ, ഇതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീണ്ടും നമുക്കൊരു കാര്യം ചെയ്യാം. 13 എല്ലാം എഴുതി നോട്ടെ. 2 ടൈമിംഗ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ക്രിയേറ്റ് പ്രിവ്യൂ അനിമേഷൻ 2 ടൈമിംഗ് നോക്കാം. ഓക്കെ, അത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോസ് നമുക്ക് ഈവൻ ടൈമിംഗ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. മറ്റേത് കുറച്ചും കൂടെ ഫാസ്റ്റ്. ഞാൻ അത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. അവരുടെ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പം നമുക്ക് അങ്ങനെയല്ല, ടൈമിംഗ് നമുക്ക് ഏത് ടൈമിംഗ് വേണമെങ്കിലും നമുക്ക് നോക്കാം. ആ റെഫറൻസ് എടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള ടൈമിംഗ് നോക്കാം. നമ്മൾ ആദ്യം ഒരു ടൈമിംഗ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. അപ്പം എല്ലാ ടൈമിങ്ങും പ്രാക്ടീസ് ചെയ്യുക. അതാണ്ട് ഓർ ഇട്ടിട്ടുണ്ട്. 1 4 7 10 13 1 3 5 7 9 11 13 1 2 3 4 1 to 5 പാസ് പോസ് 7 9 അതും ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഏതാണ് നമ്മളെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതിട്ട് ചെയ്യുക. അപ്പം ഞാൻ പറയുന്നത് ഇപ്പം തൽക്കാലം ഫോർസ് ചെയ്യുക, എല്ലാ പോസസും ഫോർസിൽ ചെയ്യുക. 1 4 8 12 16 അതിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് ഒരുവിധം പക്ക ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തയിലോട്ട് വരാം. അപ്പം നമുക്കതിൻ്റെ അൺഡു ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യുക, ചെയ്യാനുള്ളതാണ്. എല്ലാം അൺഡു ചെയ്യുക. നമുക്ക് നമ്മുടെ അതേ ഇതിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അൺഡു ചെയ്യുക. ഇതൊരു ചെറിയ പണിയാണ്, എപ്പോഴും സേവ് ചെയ്തിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പണി നമുക്ക് കിട്ടും. Ctrl S അടിച്ച് തന്നെ പോവുക. മറ്റേ സോഫ്റ്റ്വെയർ പോലെ അല്ല, ഫോട്ടോഷോപ്പ് കാണാൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഇതങ്ങനെ വരാൻ പറ്റില്ല. ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം പോവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ നോക്കും. കൈ, ബാക്കിയുള്ള ഏരിയാസ് എല്ലാം ഫൈൻ ട്യൂൺ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇത് സൈക്കിളിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രയാസമുള്ള കാര്യമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാം. ഇത് നമ്മൾ പ്രോഗ്രസീവ് ആണ്. പ്രോഗ്രസീവ് ചെയ്യുമ്പോൾ നമുക്ക് സ്വല്പം ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും പ്രോഗ്രസീവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സൈക്കിൾ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സൈക്കിൾ ചെയ്ത് പോവാം. ഓക്കെ.